ഓലിതൊക്കെ ഒന്ന് കേട്ടതിൻ്റെ ശേഷം ഒരു തീരുമാനം പറയും. അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം എന്ന് പള്ളിക്കത്തെ ഉസ്താദ് പറയും. അതേ സമയത്ത് പള്ളിക്കത്തെ ഉസ്താദിനോട് പോയി ചോദിക്കണതിന് പകരം അങ്ങാടി പോയിട്ട് ആ ചായ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മീൻ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മുടി വെട്ടുന്ന ആളോടോ ഒന്നും അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളോടോ ചോദിച്ചാൽ അപ്പം കിട്ടും മസല. അത് 3 തലാക്കും പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ അതും കൂടിയും പറയും, ഇനി മൂല്യന്മാരറ്റ മാറ്റിപ്പറയോന്നാവോ എന്നും കൂടിയും പറയും. ഇതിനാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത്. നമ്മളെ ഉമ്മത്തിൻ്റെ വലിയൊരു പരാജയമാണത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. ഏറ്റവും വലിയ വിവരം അറിയാത്തത് അറിയില്ല എന്നുള്ള വിവരമാണ്. അതില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. വാട്സപ്പ് വന്നതിന് ശേഷം, ഫേസ്ബുക്ക് വന്നതിന് ശേഷം, ട്വിറ്റർ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാവുമോ എന്ന് നമുക്ക് വെറുതെ തോന്നുക. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണല്ലോ, നമ്മൾ പറയേണ്ട അല്ലാത്തടത്ത് നമ്മൾ അഭിപ്രായം പറയാം. ലോകത്ത് 100 ആൾക്കാരിൽ 20 ആൾക്കാർക്ക് മാത്രമേ ഒരു വിഷയത്തെ ശരിയായ രൂപത്തിൽ മനനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി തീരുമാനം പറയാൻ കഴിവുള്ളവർ ഉള്ളൂ എന്നാണ്. 80% ആളുകൾ ഫോളോവേഴ്സ് എന്നാണ് അതിന് പറയുക. മറ്റാരെങ്കിലും പറഞ്ഞതിനെ ഫോളോ ചെയ്യാൻ മാത്രമേ ലോക ജനസംഖ്യയിൽ മനുഷ്യന്മാർക്ക് യോഗ്യതയുള്ളൂ. 100 ആളെടുത്താൽ ഒരു വിഷയത്തെ ആഴത്തിൽ പഠിച്ചൊരു തീരുമാനത്തിലെത്താൻ 20 ആൾക്കേ കഴിവുണ്ടാവുള്ളൂ എന്നാണ്. 80 ആൾക്കാർ മറ്റു കഴിവുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ്. ഇന്ന് അവിടുന്ന് വിട്ടിട്ട് 99 ആൾക്കാർക്കും എന്തേലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നൊന്നിനും പറ്റാതാവുമല്ലോ, അതുകൊണ്ട് കടക്കട്ട ഒരു കമാൻഡ് എന്ന് തീരുമാനിക്കുന്നവരായി മാറി. ഇതിനെയാണ് വിവരമില്ലാത്തവരെ വിവരം എന്ന് പറഞ്ഞത്. നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറി. എന്തായാലും ആവട്ടെ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്.